ഹായ് ഹലോ, ഇന്ന് ഞാനൊരു കുഞ്ഞ് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കയ്യബദ്ധത്തിൽ നമുക്ക് നമ്മുടെ നെക്ക് ചിലപ്പം ശരിയാകാതിരിക്കുകയോ അല്ലെങ്കിൽ വീതി കൂടി പോവുകയോ അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടി പോവുക അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ഇതുപോലെ മലർന്ന് കിടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകൂലേ. ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും പറ്റുന്ന ചെറിയൊരു അബദ്ധമാണത്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു അബദ്ധം തന്നെയാണത്. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെക്കൊക്കെ പിന്നെ എത്ര ഇട്ടാലും ശരിയാവാതിരിക്കും. നമ്മുടെ നെക്ക് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മുടെ നെക്ക് മലർന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് നികത്തുക എന്നുള്ളതാട്ടോ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതി അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വന്ന ഒരു ഡ്രസ്സിനെ നമുക്ക് എങ്ങനെ നല്ല നീറ്റാക്കി എടുക്കാമെന്ന് കാണിക്കാം കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം. നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. 3 ദിവസത്തെ ക്ലാസ് ആയിട്ടായിരിക്കും വരിക. ചുരിദാറും നൈറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിംഗ് ഫീ വരുന്നത് 99 രൂപയാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനും നമ്മുടെ ഏത് ഡ്രസ്സാണോ, ഞാൻ ഇതിപ്പോൾ ഒരു നൈറ്റിയാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഏത് ഡ്രസ്സാണോ നിങ്ങൾക്ക് ഉള്ളത് അതിന് മാച്ചായിട്ടുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്രയും നീളത്തിലുള്ള ഒരു ഇതാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് അത് മുഴുവൻ വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനൊരു ക്യാൻവാസ് ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാൻവാസ് ഷീറ്റ് തന്നെയാണ്. എന്നിട്ട് അതിന് നമുക്ക് ഏത് ഡിസൈനാണോ നമുക്ക് നെക്ക് ഏത് മോഡലാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാധാരണ നെക്ക് എടുക്കുന്ന പോലെ തന്നെ 3 ഇഞ്ച് അളവിലാണ് വീതി എടുത്തിട്ടുള്ളത് കേട്ടോ. ലെങ്ത്ത് 6 ഇഞ്ച് അളവിലുമാണ്. 6, 5.5 ആ ഇഞ്ചിലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ സ്ക്വയറാക്കി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പാണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ഷേപ്പ് ചെയ്യാം. അതല്ല നമുക്കൊരു എന്താ പറയുക വേറൊരു ടൈപ്പ് ഏതെങ്കിലും മോഡലാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു നെക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് നെക്കും വരച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ റൗണ്ടല്ല കേട്ടോ വരക്കുന്നത്. ഞാനിവിടെ നെക്ക് ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിലല്ല, ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് അടയാളത്തിൽ അല്ലെങ്കിൽ 2.5 ഇഞ്ച് അടയാളത്തിൽ ഇതുപോലെ കൊടുക്കാം കേട്ടോ, വരച്ച് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഒത്തിരി നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ ഡിസൈൻ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെറൈറ്റി നെക്കുകൾ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ജോയിൻ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ അടിയിലേക്ക് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പറഞ്ഞു തരുന്നതിനേക്കാളും മനസ്സിലാകുന്ന രീതി കണ്ടിട്ടാട്ടോ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല, കുറച്ചുകൂടി മുകളിലേക്കായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ വരച്ചതിൻ്റെ മുകളിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്ലാക്ക് ക്ലോത്ത് ഇല്ലേ, അതിലേക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് അയൺ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇത്രയും ഭാഗം എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ക്ലോത്ത്, അത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡയമണ്ട് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്യാൻവാസിലേക്ക് തട്ടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ഒരു മെത്തേഡാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് ഏതെങ്കിലും ഇതുപോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ അരികു വശം സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ കേട്ടോ. പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ അരികുവശം ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെയുള്ള ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മടക്കി കൊടുക്കാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഞാനൊരു 1/2 ഇഞ്ച് മാത്രം അവിടെ വെച്ചിട്ട് എക്സ്ട്രാ ഭാഗങ്ങൾ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് അവിടെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്ലോത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതിപ്പിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അയൺ ചെയ്തിട്ട് പതിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അങ്ങനെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നമുക്ക് വേണ്ടത് ഈ ഒരു വശം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഏത് ഭാഗമാണോ നമ്മൾ ബാക്കിലേക്കാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു അടിഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ നെക്കിലേക്ക്, നമ്മുടെ ആ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിലേക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ നെക്കിൻ്റെ ആ ഒരു നമ്മുടെ ആ ഡ്രസ്സിൻ്റെ സ്ലീവിൻ്റെ അവിടെ ഞാൻ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റിച്ചൊന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലേ നമുക്കിത് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു മുകളിൽ വരുന്ന നെക്കിൻ്റെ ഭാഗം അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നത്തെ ആ പഴയ ഒരു നെക്ക് ഉണ്ടല്ലോ, ആ നെക്കിൻ്റെ ആ ഭാഗമൊക്കെ ഉള്ളിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ ഒരു ഭാഗം ഞാൻ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് ഞാൻ എന്നിട്ട് ഈ നെക്കിൻ്റെ ആ ഒരു ഭാഗവും അതുപോലെ ഈ ബ്ലാക്കിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീതി നമുക്ക് ഡ്രസ്സിന് ആ നെക്ക് വീതി കൂടിയതാണെന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിതാ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ അടിഭാഗം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മടക്കി അടിച്ചത് കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ത് നീറ്റായിട്ടാണ് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ മുൻപത്തെ നെക്കും ഇപ്പോഴത്തെ നെക്കും ഒന്ന് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിൽ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ. അപ്പോൾ ആ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിൽ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.